3 എപ്പിസോഡിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് റൈറ്റ് ഹിയർ. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ദിവസം ചിലപ്പോൾ 17-ാം തീയതി ആയിരിക്കാം, ചിലപ്പോൾ 18-ാം തീയതി ആയിരിക്കാം ഓഫ് മാർച്ച് 2025. ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തത് 1 മാർച്ച് 2025 ആണ്. അന്നത്തെ നമ്മളെ വിശേഷം എന്ന് വെച്ചാൽ റമദാൻ ഓർമ്മകളെക്കുറിച്ചാണ്. ബാക്കി 2 എപ്പിസോഡ് യൂട്യൂബ് അപാരതയും പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്പോട്ടിഫൈ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആ ഒരു സ്റ്റാർട്ടിങ് എപ്പിസോഡ് നമ്മൾ കേട്ടിട്ട് ബാക്കി 2 എപ്പിസോഡ് കേൾക്കുമ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഹവ് ഇംപ്രൂവ്ഡ്. ആൻഡ് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇംപ്രൂവ് ഓൾ ദോസ് ഇൻ ദ അപ്കമിങ് എപ്പിസോഡ്സ്. ഒരു പെർഫെക്ഷൻ നമുക്ക് ഒന്നും പെർഫെക്റ്റ് അല്ലല്ലോ, പക്ഷെ നമുക്കൊരു പെർഫെക്ഷൻ്റെ ഒരു രീതിയിലൂടെ നമുക്ക് കൊണ്ടുവരാം. ഐ വിൽ ട്രൈ ഫോർ ദാറ്റ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് റമദാൻ ഓർമ്മകളെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ സംസാരിച്ച ഒരു കാര്യമാണ് റമദാൻ ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ച്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മെനിങ്ങാന്ന് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. RJ വൈശാഖ്, RJVYSAKH, ആളൊരു റേഡിയോ സ്റ്റേഷൻ്റെ ദുബായ് UAE റേഡിയോ സ്റ്റേഷൻ്റെ ഒരു റേഡിയോ ജോക്കിയാണ്. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പുണ്യമാസം, ഈ ഒരു റമദാൻ എന്നൊരു പുണ്യമാസം, സമാധാനത്തിൻ്റെ മാസം, ഇതെല്ലാമാണ് ഈ ഒരു റമദാൻ എന്നൊരു മാസത്തിന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു മാസത്തിൽ തന്നെ ഈ പാട്ടും ഡാൻസും കൂത്തൊക്കെ വേണോന്നാണ് RJ വൈശാഖ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത്, ശരിക്കും നമുക്ക് റമദാൻ എന്ന മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സിനിമ, മ്യൂസിക് ഇതിലെല്ലാം ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു മാസവും കൂടിയാണ് ഈ ഒരു പുണ്യമാസത്തിനെ നമ്മൾ പറയുന്നത്. സമാധാനത്തിൻ്റെ മാസം കൂടിയെന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്നെ. ആളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ RJVYSAKH. ആൻഡ് ഐ വുഡ് ലൈക്ക് എവ്രി വൺ ഹൂസ് ലിസണിങ് ടു ദിസ് ടു ഗോ ആൻഡ് ചെക്ക് ഔട്ട്. ബിക്കോസ് കാരണം എന്താണെന്നാ അത് നിങ്ങളെ ചിന്തിപ്പിക്കും. ഓക്കെ, ഇത് പറഞ്ഞത് ശരിയല്ലേ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. നമുക്ക് ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കേൾക്കാൻ പോകുന്ന വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ബസ് നമ്പർ 59, എൻ്റെ ആ വലിയ ബസ്സും എൻ്റെ കൂട്ടുകാരും നമ്മൾ ആ ഗ്രൂപ്പും, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. Welcome back. You are listening to Vishishun and Stuff right here on Spotify. Bus number 59, a new chapter to my life, a new everything. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ഗ്രേഡ് തൊട്ടാണ്. ഞാൻ 2nd ഗ്രേഡിൽ ഞാൻ വേറൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ 3rd ഗ്രേഡിൽ ഞാൻ ഈ ബസ്സിലോട്ട് കയറുമ്പോൾ എനിക്ക് കണ്ടക്ടർ ആൻറ്റിയോ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ അങ്കിളോ എനിക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് കാർഡാണ്. ബസ് കാർഡിൽ ബാർകോഡുണ്ട്, എൻ്റെ പേരുണ്ട്, എൻ്റെ ക്ലാസ്സും സെക്ഷനും ഉണ്ട്. ബാർകോഡ്, എന്തിനാ ബാർകോഡെന്നൊക്കെ അന്ന് ഒരു പുതുമയായിരുന്നു. കാരണം അന്നൊക്കെ എനിക്ക് ബാർകോഡൊന്നും ഇല്ല. എൻ്റെ ബസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് കയറുമ്പോൾ, വീട്ടിലെത്തുമ്പോൾ എല്ലാം നമ്മൾ സ്കാൻ ചെയ്യണം. മാനുവൽ സ്കാനർ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക് സ്കാനറായി. ബസ്സിലൊരു സ്കാനർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഡ്രൈവർ പാകിസ്ഥാനി ഡ്രൈവർ അങ്കിളായിരുന്നു. പേരെനിക്ക് ഓർമ്മയില്ല. ആ അങ്കിള് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മളെല്ലാം വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ആൾക്ക് ഹാർട്ടിൻ്റെ വേദന വന്ന് ആൾക്ക് പിന്നെ ഡ്രൈവിങ്ങിലോട്ട് ഇനി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയിച്ചപ്പം ആൾ ക്യാൻസൽ ചെയ്ത് പോയി. ആൻഡ് ഹി വാസ് വെരി ഗുഡ് പേഴ്സൺ. കാരണം ഒന്നും മിണ്ടില്ല. ബസ്സിൽ ഇനി എന്ത് നടന്നാലും, ഇനി ഭൂമി കുലുക്കം ബസ്സിലുണ്ടായാലും ആൾ മിണ്ടില്ല. ആൻഡ് ആ ഒരു ബസ്സിൽ മിണ്ടുന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരാണ് ആദിൽ, ദ ബസ് മോണിറ്റർ വിച്ച് വി യൂസ് ടു ഹാവ്. ഹീ ഈസ് വെരി സ്ട്രിക്റ്റ്. അന്നത്തെ ഒരു ബസ് മോണിറ്റർ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയാണ്. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ വലിയ അശോക് ലൈലാൻഡിൻ്റെ 60 സീറ്റർ ബസ്സാണ് അന്ന്. അപ്പോൾ ഈ ബസ്സിൽ ആദിലെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആദിൽ 3rd റോയിലിരിക്കുന്ന എൻ്റെ ശബ്ദം പിറകിൽ കേട്ടാൽ മതി. ആളുടെ ചെവിയിലൊരു ശബ്ദം ആൾക്കൊരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആൾ പിറകിൽ നിന്ന് ഒന്ന് ഒറ്റൊരടി തരും. മുതുകത്തോ കയ്യിലോ എവിടെ വെച്ചാൽ ആളൊരു അടി തരും ബസ്സിൽ. അതുകൊണ്ട് ആ ഒരു ശാന്തതയും സമാധാനവും അന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ആ സമയത്ത് നമുക്കിങ്ങനെ ചൊറിഞ്ഞ് വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ അതൊക്കെ ആയിരുന്നു ഒരു സമാധാനം നമ്മൾ ചിലപ്പം വിചാരിക്കും. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ ബസ്സിലോട്ട് വരുമ്പോൾ എനിക്ക് കൂട്ടുകൾ ആരുമില്ലല്ലോ, അർഷദ്. അപ്പോൾ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫ്രണ്ട്ലി അല്ലെങ്കിൽ കമ്പനി ഞാൻ 3rd ഗ്രേഡിൽ പഠിക്കുമ്പോൾ 4th ഉം 5th ആൾക്കാരാണ്. ജോസഫ്, ജിപ്സം,
ആത്തിഫ്, അസ്ലം. തേർഡ് ഗ്രേഡായിട്ട് വേറെ ആരും ഇല്ല ആ സമയത്ത് ബസ്സിൽ. ആത്തിഫ്, അസ്ലം, ദെൻ പിന്നെ ആരാ, സുഹൈൽ. അപ്പോൾ നമ്മൾ ഷാഹിദ്, അബ്ദു. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആണ്. ഗ്യാങ് എന്ന് നോക്കുമ്പോൾ ഈ ഓഡോ റീഫ്, നമ്മളെ ഈ ഹാൻഡ് ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു ഭ്രാന്ത് അന്നുണ്ടായിരുന്നു. ആ ഒരു ഭ്രാന്ത് അന്നുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും ഓഡോ റീഫ് കളിക്കണം. നമ്മൾ IPL ടീമൊക്കെ വെച്ച് ഓപ്ഷൻ, ഞാനൊക്കെ ഓരോ പ്ലെയറിൻ്റെ പേരൊക്കെ നോട്ട്ബുക്കിൽ എഴുതി ഓപ്ഷനൊക്കെ ഞാൻ തന്നെ നടത്തുമായിരുന്നു. ഓരോ ബേസ് പ്രൈസിന് 25 ഫിൽസൊക്കെ വെച്ച്. അല്ല, ഒറിജിനൽ 25 ഫിൽസ് അല്ല, പക്ഷെ നമ്മളങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ, അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. രാവിലെ വരുമ്പോൾ ഓടാൻ ലീവ്, ഉച്ചയ്ക്ക് വരുമ്പോൾ ഓടാൻ ലീവ്. ആൻഡ് അത് കഴിഞ്ഞ് എക്സാം ആണെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്ത് നമ്മളങ്ങനെ പോകുന്നു. പിന്നെ ചില ആൾക്കാർ ബസ്സിൽ കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ ആൾക്കാർ എന്ത് ചെയ്യും, കാരണം പുലർച്ചെ 6 മണിക്കാണ് നമ്മളുടെ ബസ്. 5 മണിക്ക് എണീക്കുന്നു, 6 മണി 7:30 മണിക്ക് സ്കൂളെത്തുന്നു. അത് കഴിഞ്ഞ് 2 മണിക്ക്, ഇപ്പോൾ 2 മണി ഈ ഓർഡർ ലീവ് കളിയൊക്കെ 2 മണിക്കാണ്. അപ്പോൾ എവരായിട്ടുള്ളൊരു കൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓരോരോ ആൾക്കാർ പോയി, ലൊക്കേഷൻ മാറിപ്പോയി, സ്കൂള് മാറിപ്പോയി. പിന്നെ ചില ആൾക്കാർ നാട്ടിൽ വന്നു. അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റില്ല. അന്ന് നമ്മളോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പനി വന്നത് അഹമ്മദായിരുന്നു. അഹമ്മദ് ഇപ്പോൾ ഐ ഗസ് ഈസ് ദർ ഇൻ ഹൈദരാബാദ്. അഹമ്മദ് ആള് ഒരു അറബി ആൻഡ് ഈസ് എ ഇന്ത്യൻ അറബ് മിക്സ്. ഹീ ഈസ് ഇന്ത്യൻ ആസ് വെൽ ആസ് എൻ അറബ്. ആൻഡ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതായത് നമ്മൾ റിലീജിയൻ വൈസ് ആയാലും, അല്ലെങ്കിൽ ഞാനും അഹമ്മദും സംസാരിക്കുമ്പോൾ എനിക്ക് നീ ചെറിയ കുട്ടിയാണ്, നീ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പെരുമാറാനും അങ്ങനെയൊക്കെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ സംസാരിപ്പിച്ച് എന്നെ ഒന്ന് മനസ്സിലാക്കി തരുന്ന ഒരാളായിരുന്നു അഹമ്മദ്. അത് കഴിഞ്ഞ് ഈ ഒരു 4th ഗ്രേഡിലാണ് ഉവൈസ് എന്നൊരാൾ വരുന്നത്. ഉവൈസിനെ ബസ്സിൽ വെച്ച്, ഉവൈസ് അന്ന് ഗേൾസ് സ്കൂളിൽ പഠിച്ചിട്ട് ബോയ്സ് സ്കൂളിലോട്ട് 4th ഗ്രേഡിലോട്ടാണ് വരുന്നത്. ആ ഒരു സമയത്ത് ഉവൈസ് വരുമ്പോൾ ഞാൻ അത്ര കമ്പനിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഇസ്ലാമിക് ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ ആണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അന്ന് ഉവൈസ് ഉണ്ടായിരുന്നു, സെയ്ഫിലുണ്ടായിരുന്നു, ഹരീഷ് ഉണ്ടായിരുന്നു. അന്ന് 3 എണ്ണം കൂടി ഒരുമിച്ചാണ് വന്നത്. ആൻഡ് നമ്മളെല്ലാവരും ഒരേ ഗ്രേഡിലായതുകൊണ്ട് ആ ഒരു കമ്പനി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് 2 സീറ്റിലൊക്കെ കൂടിയാണ് ഇരിക്കുന്നത് 4th ഗ്രേഡിൽ. ആ ഒരു 4th ഗ്രേഡിന് ശേഷം ആ ഒരു സമയത്ത് നമ്മളാണല്ലോ ആ 4th ഗ്രേഡും പിന്നെ ആ ഒരു ഹാൻഡ് ക്രിക്കറ്റും ടൂർണമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് സീനിയേഴ്സിന് ടൂർണമെൻറ്റ് കളിക്കും. ആ ഒരു സമയത്താണ് എനിക്ക് പിറകിൽ നിന്നൊരു ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഫേസ് ചെയ്യുന്നത്. ഏതോ ഒരു സീനിയർ വേറെ ഏതോ സീനിയറിന് ഒരു ഡെയർ കൊടുക്കുന്നു, ഫ്രണ്ടിൽ ഏതെങ്കിലും ചെക്കനെ പോയി അടിക്കാൻ തലയിൽ. എൻ്റെ തലയിലിട്ട് പോയി ഇടിച്ചപ്പോൾ എനിക്ക് നല്ല വേദനിച്ചു. ഞാൻ പറഞ്ഞു പോടാന്ന് എന്തൊക്കെ പറഞ്ഞു. ആൾ വീണ്ടും തലയിലിട്ട് ഇടിച്ചു. എനിക്ക് വേദന ഒന്നും, ഞാനിരുന്ന് കരഞ്ഞ്. അത് പിന്നെ ഇച്ചിരി സീനായി. പിന്നെ വാപ്പ, പിന്നെ പാരൻസ് തമ്മിലൊരു ഇതായി, അങ്ങ് പോയി. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ഒരു വലിയ സീനായി. അത് കഴിഞ്ഞ് 6th ഗ്രേഡിലാണ് പുതിയ ആൾക്കാർ വരുന്നത്. നമ്മൾ 6th ഗ്രേഡിലാണ് നമ്മളോടൊപ്പം വേറൊരു ഗ്യാങ് എന്ന് പറയാം. ഫർഹാൻ, മഹാരാജ, ഉമർ, റീഗിൻ, പിന്നെ നോയൽ, അവരൊക്കെ വരുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഇവർ ലെഫ്റ്റ് സൈഡിലും നമ്മൾ റൈറ്റ് സൈഡിലും ആയിരിക്കും. പിന്നെ സെയ്ഫുനും ഹരീഷും പോയപ്പോൾ പിന്നെ ഞാനും ഒവൈസും അങ്ങനെ മാത്രമായി. പിന്നെ ഈ 6th, 7th, 8th പതുക്കെ അങ്ങ് തള്ളി നീക്കിയപ്പോഴാണ് 8th ലാസ്റ്റിൽ കൊറോണ വരുന്നത്. അപ്പോൾ കൊറോണ വന്നപ്പോൾ എല്ലാവരുടെ കോണ്ടാക്റ്റ് വരുമല്ലോ. അപ്പം ഒവൈസായാലും ഞാനായാലും കൊറോണ ആയാലും കാണാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറയും, ഓൺലൈൻ ക്ലാസ് എന്ന് പറയും, അങ്ങനെ പോകും. അതുകൊണ്ട് എന്ത് പറ്റി, നമ്മളൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അതങ്ങ് പോയി. പിന്നെ ഒരു 10th ആയപ്പോൾ വീണ്ടും ആ ഒരു കോണ്ടാക്റ്റ് നമ്മൾ കൊണ്ടുവന്നു. ആ ഒരു 10th സ്റ്റാർട്ടിങ് ആയിരുന്നു നമുക്ക് ഈ സ്കൂളിലോട്ട് പോകാമെന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അതായത് ഒരു ദിവസം ഒരു ക്ലാസ്സിൻ്റെ ഓഡ് ബാച്ചിനും മറ്റേ ക്ലാസ്സിൻ്റെ ഈവൻ ബാച്ചിനും ഹാഫ് ആയിട്ടാണ്. ഈ ഒരു പകുതി അടുത്ത ദിവസം വേറൊരു പകുതി ക്ലാസ്സിൻ്റെ. അപ്പോൾ ഒവൈസിന് സൺഡേ ആയിരുന്നു, എനിക്ക് മൺഡേ ആയിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ജോയലിനെ സംസാരിക്കുന്നത്. അവ ഇങ്ങനെ എൻ്റെ സീറ്റിൽ ഇരുന്നിട്ട്, ആൻഡ് ഹിസ് ബർത്ത്ഡേ ഈസ് ടുഡേ ഓൺ 17th March ആണ് ജോയലിൻ്റെ ബർത്ത്ഡേ. ആൻഡ് വിഷിങ് ഹിം ഓൾ എ വെരി ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മേ ഗോഡ് ബ്ലെസ് ഹിം. ആൻഡ് ആളുടെ ഡ്രീം എന്ന് വെച്ചാൽ ആൾക്ക് കുറേ ഡ്രീമുണ്ട്. പക്ഷെ ആൾക്ക് പൈലറ്റിലോട്ടാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഐ ഹോപ്പ് ഹി പെർസ്യൂ ദാറ്റ് ഡ്രീം.
സോ ആളുടെ ഒരു ഇതെന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യത്തിൽ, അതായത് +1 +2 ആളിപ്പോൾ 10ലാണെങ്കിൽ +1 +2 നമ്മൾ എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവൻ 9ലായിരുന്നപ്പോൾ നമ്മൾ എന്താണ് +1 10ലൊക്കെ പഠിച്ചത്. ആ സമയത്ത് ഞാൻ 10ലായിരുന്നു, അവൻ 8ലായിരുന്നു. ആൻഡ് വി യൂസ് ടു സ്പീക്ക്, ഓക്കെ ഏട്ടാ ഇങ്ങനെയാണ് അങ്ങനെയാണ് ലൈഫിൻ്റെ കുറേ, അതായത് ഫുൾ ലൈഫ് അഡ്വൈസസാണ് ഞാൻ അവൻ കൊടുക്കുന്നത്. ആരും ഞാനാണ് ലൈഫ് അഡ്വൈസസ് കൊടുക്കുന്നത് ഗൈസ്, ഞാനാണ് ലൈഫ് അഡ്വൈസസ് കൊടുക്കുന്നത്. സോ ലൈഫ് അഡ്വൈസസ് കൊടുക്കുന്നു. അപ്പോൾ ഞാനും ജോയിലായിട്ടുള്ള ഒരു ഇതായി. അപ്പോൾ ഞാൻ ജോയിലോ വേസ് ഒരു ഇതായി. പിന്നെ അത് കഴിഞ്ഞ് കൃത്തിക്ക് എൻ്റെ ബിൽഡിങ്ങിലുള്ള ആളാണ്. സോ കൃത്തിക്ക് യൂഷ്വലി അപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് സൈക്കിൾ ഓടിക്കാനും കോമ്പൗണ്ടിൻ്റെ അകത്ത് സൈക്കിൾ ഓടിക്കാനും രാവിലേക്ക് എണീറ്റ് സൈക്കിൾ ഓടിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഞാനും കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിൽഡിങ്ങിലായതുകൊണ്ട് അപ്പോൾ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആളോടെ കളിക്കാൻ പറ്റുന്നു, ക്രിക്കറ്റോ ഫുട്ബോളോ എന്തായാലും അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യക്ക് ഒവേസ്, ഞാൻ ജോയിൽ. അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഫർഹാനായിട്ട് നമ്മൾ അത്ര കോണ്ടാക്റ്റ് ഇല്ല. ആൻഡ് പിന്നെ കെവിൻ ഉണ്ടായിരുന്നു, എഡ്രിക് ഉണ്ടായിരുന്നു. സോ ഇവരെ നമ്മൾ കണ്ടുമുട്ടുകയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇവരോട് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ 11th ഫൈനൽ എക്സാം ആ ഒരു സമയത്ത് ഇവർക്ക് ബോർഡ് എക്സാം സമയമായിരുന്നു. അപ്പോൾ ഒവേസ് വന്ന് എഡ്രിക്കിൻ്റെ അടുത്ത് ചോദിക്കുക, എന്തോ ഒരു കാര്യം ചോദിക്കാം. അപ്പോൾ എഡ്രിക്കിൻ്റെ മറുപടി ഒവേസിന് ഇഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ എല്ലാവരും കൂടി സംസാരിച്ചപ്പോഴാണ് നമ്മൾ എല്ലാവർക്കും ഒരു കാര്യത്തിൽ സെയിം ഒപ്പീനിയൻ ഉള്ളത്. എനിക്ക്, ജോയലിന്, കൃത്തിക്കിന്, എഡ്രിക്കിന്, കെവിന്. അപ്പോൾ ഈ ഒരു ടോപ്പിക് അതല്ലെങ്കിൽ ഈ ഒരു എന്തു പറയാനാ ഒരു കാര്യത്തിന് നമ്മളെല്ലാവരുടെയും ഐഡിയോളജി സെയിം ആയിരുന്നു. അതുകൊണ്ട് അന്ന് നമ്മൾ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു. അതിന് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൃത്യക്കിട്ട പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിൽഡ് അബോർഷൻസ് എന്നാണ്. നൈസ്. ഇപ്പോൾ അത് ബ്ലോഗ് 15 ആണ്. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു 5-6 വർഷത്തിൻ്റെ ബിഗ് ബോസ് കണ്ടൻറ്റ്, ഐ വുഡ് ലൈക്ക് ടു സേ ഒരു ബിഗ് ബോസ് കണ്ടൻറ്റ് വെറും 1 വർഷം കൊണ്ട് കത്തിച്ച് തീർത്തതാണ് ഈ ഒരു ബ്ലോഗ് 59ൻ്റെ കഥ, അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൻ്റെ കഥ. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ടു അവർ ബസ് ഡ്രൈവർ അങ്കിൾ ആൻഡ് കണ്ടക്ടർ ആൻറ്റി ആൻഡ് അങ്കിളും ആൻറ്റിയും. ഇറ്റ്സ് വെരി കൈൻഡ് പീപ്പിൾ, വെരി കെയറിങ് പീപ്പിൾ. എന്തു പറയാനാ, നമ്മളെ മക്കളെ പോലെയാണ് അവർ കൺസിഡർ ആക്കിയിരിക്കുന്നത്. ആൻഡ് വി ആർ സ്റ്റിൽ ഇൻ ടച്ച്. ബസ് ഡ്രൈവർ അങ്കിളായിട്ടായാലും നമ്മൾ ടച്ച് ഉണ്ട്. നമ്മളിപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, ദുബായി പോയി കഴിഞ്ഞാൽ കാണാറുണ്ട്, അങ്കിൾ ബസ് നിർത്തും സുഖമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ട്. 12th സ്റ്റാർട്ടിങ്ങിലും ഇവർ 11th സ്റ്റാർട്ടിങ്ങിലുമാണ്. അപ്പോൾ ഈ ഒരു 12th സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ ജോയലും കൃത്തിക്ക് 10th ആണ്, ഞാനും ഒവീസും ഫർഹാനും 12th ആണ്, എഡ്രിക്കും കെവിനും 11th ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. ബസ്സിലെ ഏറ്റവും ലാസ്റ്റ് മൂലയിലാണ് ഇരിക്കുന്നത്. ആൻഡ് എന്ത് പറയാനാ, ഞാൻ 11th 12th സീനിയേഴ്സ് സൽമാനും സിദ്ധാനും അവരൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ. അതായത് എനിക്ക് ആ 3rd റോയുടെ സീറ്റിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ എനിക്ക് കിട്ടിയത് അങ്ങ് ലാസ്റ്റ് സീറ്റിലെ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലായിരുന്നു സൽമാൻ ഇരുന്നത്. സൽമാൻ യൂസ് ടു ബി ദ ബെസ്റ്റ് മോണിറ്റർ ബാക്ക് ദെൻ. അന്ന് ഒരു പ്രശ്നവുമില്ല, ഒരു സീനുമില്ല, സമാധാനത്തിൻ്റെ പാതയിൽ നമ്മളെല്ലാവരും പോകുന്നു. അവസാനം 12th ബസ് മോണിറ്റർ ആരാണ്? ഞാനാണ്. BGM പോടറാ, നാസാണ് ബസ് മോണിറ്റർ. യെസ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ജോയലിൻ്റെ അല്ലെങ്കിൽ ജോയലിൽ തോന്നുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ജോയൽ കൊണ്ടുവരുന്ന ടോപ്പിക്ക് ഓരോ മാസവും, അതായത് ഏപ്രിലാണ് നമ്മൾ അക്കാഡമിക് ഇയർ അവിടെ തുടങ്ങുന്നത്, ഏപ്രിലായി മെയ് ആയി. അപ്പോൾ ഒരു എന്ത് പറയാനാ, ഒരു ജൂൺ സമയത്ത് ഒവേസ് ഒരു ടോപ്പിക് കൊണ്ടുവരാം അല്ലേ. അതിനിടയിൽ ഞാനൊരു ടോപ്പിക് ഇട്ടിരുന്നു, ജൂണിൽ ഒവേസ് ഒരു ടോപ്പിക് കൊണ്ടുവരാമെന്ന്. നമ്മളുടെ എൻറ്റയർ 12th ഫുൾ എന്തു പറയാനാ, ഒരു ഗ്രൂപ്പിനെ എങ്ങനെ അടിച്ചു പിരിക്കാനുള്ള ഒരു ടോപ്പിക്കായിരുന്നു അത്. എങ്ങനെയൊക്കെയോ ഇപ്പോഴും ആ ഒരു ടോപ്പിക്കിന് ശേഷം അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ബട്ട് അത് എങ്ങനെയോ നമ്മളെല്ലാവരും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് റിക്കവറായി. ആൻഡ് എന്ത് പറയാനാ, ആൻഡ് ഈ ഒരു ടോപ്പിക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുള്ള അടികൾ കുറേ ഉണ്ടായിരുന്നു. ബസ്സിൻ്റെ അകത്തായാലും ബസ്സിൻ്റെ പുറത്തായാലും വീട്ടിൻ്റെ, അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഈ പൊറോട്ടയും ബീഫൊക്കെ കഫ്റ്റീരിയയിൽ നിന്ന് വാങ്ങിച്ച് തണുത്ത സമയത്തൊക്കെ ടെറസിൽ നിന്ന് കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ചൂട് ചായയെല്ലാം വാങ്ങിച്ച്. ആ ഒരു സമയത്തും ഈ ഒരു ടോപ്പിക്കിൻ്റെ പേരിൽ അടിയാണ്. അത് കഴിഞ്ഞ് ഒരു ജനുവരി, അതായത് നമ്മളെ 2024 ജനുവരി ആയപ്പോൾ നമ്മുടെ ബോർഡ് എക്സാം സമയമായിരുന്നു. ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു എഫക്റ്റ് മാറി കിട്ടിയത് തന്നെ.
പിന്നെന്തുവാ, പിന്നെ നമ്മുടെ എൻ്റെ അല്ലെങ്കിൽ ഞാനും കൃത്യമായിട്ടുള്ള ഒരു അടി ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഒരു ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ പേരിലുണ്ടായ അടിയാണ്. ഞാൻ എഡ്രിക്കിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ ഗ്രൂപ്പ് അഡ്മിനാക്ക്, എല്ലാവരും ഞാൻ റിമൂവ് ആക്കും. എല്ലാവരെയും റിമൂവ് ആക്കി. എന്നിട്ട് ഞാൻ തന്നെ എല്ലാവരും ഒരു എന്താ പറയാൻ ഒരു 4 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെയാണ് ആഡ് ചെയ്തത്. അത് വെരി എന്താ പറയാനാ, അതിനിടയിൽ കുറേ ഫൺ മൂമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കൃത്തിക്കിൻ്റെ കൈയും കാലൊക്കെ ഇറ്റ്സ് ലൈക്ക് ബിഗ് കാലും കൈയും മസിലൊക്കെ അങ്ങ് കയറി പെരുവിയിരിക്കുന്ന കൈകളാണ്. അതൊക്കെ ഞാൻ കടിക്കും, ജോയിൽ കടിക്കും, ജോയിൽ മറ്റേ കടിക്കും, ഞാൻ റൈറ്റ് കൈ കടിക്കും. അതിനിടയിൽ നമ്മൾ കുറേ സ്കൂളിൽ എന്തൊക്കെ നടക്കുന്നു, ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു, അതൊക്കെ ഉച്ചയ്ക്ക് ബസ് ചെയ്യുന്ന സംസാരിക്കുന്നതും, രാവിലെ വന്ന് കിടന്ന് ഉറങ്ങുന്നതും, പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസും, പിന്നെ നമ്മുടെ സ്കൂളിൽ മുണ്ടും ഷർട്ടും വെയർ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ബസ്സിലുള്ള എല്ലാവർക്കും പ്ലേറ്റൊക്കെ എടുത്ത് എല്ലാവർക്കും നമ്മൾ ഫുഡും ചിപ്സും എല്ലാം കൊടുക്കുന്നതും ബസ് പാർട്ടി ഓർമ്മകൾ. ബസ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഫുഡ് ചിപ്സും ജ്യൂസൊക്കെ കൊണ്ടുവരുന്നു, ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കഴിക്കുന്ന ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഉച്ച സമയം, ബസ്സിൻ്റെ അകത്ത് വീട് വരെ പോകുന്ന ഒരു സമയം. പിന്നെ എഡ്രിക്കിൻ്റെ ബർത്ത്ഡേ, പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നത്, പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഓരോരോ ആൾക്കാരുടെ ബർത്ത്ഡേക്ക് പോകുന്നത്, കൃത്തിക്കിൻ്റെ വീട്ടിൽ ദീപാവലിക്ക് സെലിബ്രേഷന് പോയി ഫുഡ് കഴിക്കുന്നത്, അവൻ്റെ അമ്മ തരുന്ന ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഇതെല്ലാം കഴിച്ച് അങ്ങനെ ഇരിക്കുന്നത്, പിന്നെ ദീപാവലി സെലിബ്രേഷൻസ്, ദെൻ സിനിമ കാണാൻ പോകുന്നത്, പിന്നെ കഫ്റ്റീരിയയിൽ ഷവർമയും ചായയും കുടിക്കാൻ പോകുന്നത്, ഷവർമയും മൗണ്ടൻ ഡ്യൂയും കുടിക്കാൻ പോകുന്നത്, പിന്നെ അതിന് KFC ടെറസിരുന്ന് കഴിച്ചത്. പിന്നെ ഐപാഡിൽ കുറേ ഫോട്ടോസുണ്ട്. ഇപ്പോൾ ഐപാഡിൽ കുറേ ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കൃത്യക്ക് എന്തോ ഫേസ് കാണിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും മുഖം കാണിക്കുന്നതായിരിക്കും. ആ ഒരു ഉച്ച സമയം എന്നാകുമ്പോൾ ചില സമയത്ത് നമുക്ക് മൂഡ് പോകുമ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കും, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ടാബ് നോക്കി നമ്മളിരിക്കും. ആ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് അന്ന് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഓക്കെ, നമ്മൾ ടാബ് നോക്കിയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറിച്ച് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതുവഴി കെവിൻ വേറൊരു ലൊക്കേഷനിൽ മാറി. ആൻഡ് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർഹാൻ എല്ലാ നേരം ലാപ്ടോപ്പിലാണ് കുത്തിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു സമയത്ത് ഫർഹാൻ കോഡിങ്ങും ബാക്കിയുള്ള കാര്യമാണ്. ഫർഹാൻ്റെ കാര്യം നോക്കും, ഞാൻ ആ ഒരു സൈഡിൽ. അപ്പോൾ എൻ്റെ ബസ് മോണിറ്റർ കഥയും കൂടി നമുക്ക് അങ്ങ് എൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഞാൻ ബസ് മോണിറ്റർ അന്നത്തെ ഒരു സ്കീമൊന്നും നമ്മൾ അടി സ്കീമായിരുന്നു. ഇന്നത്തെ ഒരു സ്കീമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് അടിയിട്ടുന്ന ഒരു സ്കീമായിരുന്നു. 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെയും പിള്ളേരെ എന്നെ വിളിച്ച് എന്നെ ഊക്കുമായിരുന്നു. എടാ ഞാസേ നീ എന്തുവാ കാണിക്കുന്നത്, ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുമായിരുന്നു. മാൻ വാട്ട് യു ഡൂയിങ് വിത്ത് യുവർ ലൈഫ്, മാൻ വാട്ട് യു ഡൂയിങ് ദിസ്, അങ്ങനെ എങ്ങനെ പറഞ്ഞ് മാൻ ലൈക്ക് ഹാവ് യു ഗോട്ട് സം ലൈഫ്, ലൈക്ക് ആർ യു ആക്ച്വലി എ ബസ് മോണിറ്റർ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ജോയലിന് 6 അടി പൊക്കവും നല്ല ബോഡി ഉള്ളതുകൊണ്ട് അവന്മാർ യവനെ പേടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ജോയില അവനെ പോയി നോക്ക്. കാരണം നമ്മളെ ബസ്സിൽ 2-3 ചെക്കന്മാരുണ്ടായിരുന്നു 6-ലോ 7-ലോ പഠിക്കുന്ന, ഇത്തിരി ചൊറിയുന്നത്. അപ്പോൾ ജോയിലിനെ കൊണ്ട് ഇത്തിരി വഴക്കല്ല, ഇത്തിരി വിരട്ടിയാലും അവന്മാരവിടെ വരണ്ടി അങ്ങ് ഇരുന്നോളും. എങ്ങനെ ഞാൻ പോയി നമ്മൾ ജോയിലിനെ പറഞ്ഞു വിട്ടിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, പേടിച്ച് വിറച്ച് ഇരിക്കുന്നേ ഉള്ളൂ. കാരണം എന്തോ അറിയില്ല, ആ ഒരു ബസ് മോണിറ്റർ തന്നിട്ട് എനിക്ക് വലിയ ഉപയോഗം നടത്തി. കാരണം വേറെ ഒന്നുമില്ല, ബസ്സിൽ അത്ര പ്രശ്നങ്ങളും ഇല്ല, അത്ര സംസാരവും ഇല്ല. കാരണം ആ ഒരു 3rd ഗ്രേഡിൽ നിന്ന് ഈ ഒരു 12th ഗ്രേഡിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള കോണ്ടാക്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള സംസാരം, ആ ഒരു മൂമെൻറ്റ്സ് എല്ലാം കുറഞ്ഞു വരികയാണ്. അന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നതും കളിക്കുന്നതൊക്കെ ഓഡ് ആൻഡ് ഈവ് ക്രിക്കറ്റാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബസ്സിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബിലും മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്ന, മ്യൂസിക്കും പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തോടെ നമ്മൾ വന്നു. അപ്പോൾ എന്തു പറയാൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. കേട്ടുകൊണ്ടിരിക്കുക. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു എപ്പിസോഡ് ഇറ്റ് വാസ് ഫൺ. കുറച്ച് ഫൺ എലമെൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും, പക്ഷെ ഇത്തിരി സമയം വേണം. ആൻഡ് കുറേ ഐഡിയാസ് ഇങ്ങനെ മനസ്സിലുണ്ട്. ഈ കുറേ ഐഡിയാസ് വരുമ്പോൾ എല്ലാം എങ്ങനെ ഔട്ട്പുട്ടായിട്ട് വരണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. ആൻഡ് സോറി ഫോർ ബീങ് കൺസിസ്റ്റൻ്റ് ആവാനുള്ള ഒരു സമയം എനിക്ക് വരണം, എന്നാലേ എനിക്ക് പറ്റുള്ളൂ. ഐ ട്രൈ മാക്സിമം ഫ്രം മൈ സൈഡ്. സോ ഐ ഹോപ്പ് എവരി വൺ എൻജോയ് ദിസ് എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു വിശേഷമായി ദിസ് ഇസ് മീന സൈനിങ് ഔട്ട്. യു ആർ ലിസണിങ് ടു വിശേഷം സ്റ്റാഫ് റൈറ്റ് ഹിയർ ഓൺ സ്പോട്ടിഫൈ.